കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടിക്ക് സമീപം മരുത്വാങ്കര ഗ്രാമപഞ്ചായത്തിലെ കുറ്റ്യാടി പുഴയ്ക്ക് കുറുകെയുള്ള ഈ ചവറമൂഴി പാലം കടന്ന് നമ്മൾ ചെല്ലുന്നത് ജാനകിക്കാട്ടിലേക്കാണ്. മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന വി കെ കൃഷ്ണമേനോൻ്റെ സഹോദരി വി കെ ജാനകി അമ്മയുടെ 131 ഹെക്ടർ എസ്റ്റേറ്റായിരുന്നു ഇന്നത്തെ ഈ ജാനകിക്കാട്. ദീർഘകാലത്തെ നിയമപോരാട്ടത്തിനൊടുവിൽ 2008 ഒരു കോടതി ഉത്തരവിലൂടെ ഇത് കേരള സർക്കാരിന് ലഭിക്കുന്നത്. അന്നത്തെ വനം മന്ത്രി ബിനോയ് വിശ്വം 2008 ഇവിടെ ജാനകിക്കാട് ഇക്കോ ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗങ്ങളില്ലാത്ത ജാനകിക്കാട് സന്ദർശകർക്ക് വനത്തിനുള്ളിലൂടെ കുറ്റ്യാടിപ്പുഴയുടെ തീരം പറ്റി കിലോമീറ്ററോളം നടപ്പാതയിലൂടെ കാടറിഞ്ഞ് പുഴയറിഞ്ഞ് തണുപ്പറിഞ്ഞ് നിശബ്ദതയിലൂടെ ഒരു പുഴ നടത്തം സുഖകരമായ ഒരനുഭവം തന്നെ. സൂര്യപ്രകാശത്തെ തടഞ്ഞുകൊണ്ട് മരച്ചില്ലകളും ഇലകളും പ്രേമപാരവശത്താൽ കെട്ടിപ്പുണർന്ന് കിടക്കുന്ന കാഴ്ച, പരസ്പരമറിയാത്ത മരങ്ങളുടെ വേരുകൾ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന ആ മനോഹര കാഴ്ച മനസ്സിന് കുളിർമയും സന്തോഷവും സമ്മാനിക്കുന്നു. മഴവിൽക്കാട് എന്ന പേരിൽ ജാനകിക്കാട്ടിൽ പ്രവർത്തിക്കുന്ന റിസോർട്ട് പ്രകൃതിക്ക് ഇണങ്ങും വിധം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. മഴവിൽക്കാട്ടിലെ മുറിവാടകകൾ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്തതാണ്. ജാനകിക്കാട്ടിൽ നിന്നും വൈകുന്നേരം 5 മണിക്ക് മുമ്പ് സന്ദർശകരെ കാട്ടിൽ നിന്നും പുറത്ത് ഇറക്കുന്ന വിധമാണ് ഇവിടെ പാസ് വിതരണം ക്രമീകരിച്ചിട്ടുള്ളത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.